വീട്ടിൽ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് നമുക്കൊന്ന് പോവാം. നമ്മുടെ ചിക്കൻ ചില്ലിക്ക് ആവശ്യമായ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ബാക്കിയുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരൽപ്പം വിനാഗിരി, ഒരൽപ്പം സോയാ സോസ്, ഒരു 4 സ്പൂണ് കോൺഫ്ലവർ ചേർക്കാം. ഒരു 2 സ്പൂൺ മൈദ, ഒരു കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി വെച്ചതൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഒരു 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് എണ്ണയിൽ കോരി ഒന്ന് പൊരിച്ചെടുക്കാം. അതായത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയല്ല. അതിൽ വെജിറ്റബിൾ ഓയിലാണ് പൊരിച്ചെടുക്കേണ്ടത്. നമ്മൾ ചിക്കൻ ഫ്രൈ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ക്രിസ്പി ആക്കി നമുക്ക് എടുക്കാം. പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എണ്ണ ഒഴിക്കാം. അപ്പോൾ ഞാനിതിൽ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് പിന്നെ ഒരു 5 പച്ചമുളക് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സ്പീഡായിട്ട് തന്നെ ചെയ്യണം കേട്ടോ, കാരണം കരിഞ്ഞു പോകാൻ പാടില്ല. അത് കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ വലുതായിട്ടൊന്ന് കീറിയ പൊളിച്ചെടുത്തതിന് ശേഷമുള്ള സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോ ഇതളുകളായിട്ട് വേണം അത് പൊളിച്ചിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മൾ ആ മിക്സാക്കിയ ഒരു ചെറിയ ഗ്രേവി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം, ഒരു 1.5 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിക്കായിട്ടൊന്ന് എടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം, ഒരൽപ്പം സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ ഒരു ഗ്രേവിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിടണം, കാരണം നമ്മൾ നേരത്തെ ഇട്ട ആ സോസിലുണ്ടായിരുന്നു ഉപ്പ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് കൊടുക്കണം. നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരുന്ന ഈ ഒരു ചിക്കൻ എടുത്ത് ഇതിൻ്റെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണേ.